കൊരത്തിക്കൊടി ആദിവാസി ഉന്നതിയിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പിൻകുത്തിൽ നിന്നും കൊരത്തിക്കൊടിയിലേക്കുള്ള റോഡ് യാത്രായോഗ്യമായതോടെയാണ് ബസ് സർവീസ് അനുവദിക്കണമെന്ന ആവശ്യവുമായി ഉന്നതിയിലെ കുടുംബങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണ് കൊരത്തിക്കൊടി. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെട്ട ആദിവാസി ഉന്നതിയാണ് കൊരത്തിക്കൊടി. മുതുവാൻ സമുദായക്കാരായ നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിച്ചു വരുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമെങ്കിലും മാങ്കുളം ടൗണുമായിട്ടാണ് കൊരത്തിക്കൊടിയിലെ കുടുംബങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി ബന്ധപ്പെടുന്നത്. കൊരത്തിക്കൊടി ആദിവാസി ഉന്നതിയിലേക്ക് മാങ്കുളം വഴി സഞ്ചരിക്കുന്ന ഒരു KSRTC ബസ് സർവീസ് അനുവദിക്കണമെന്നാണ് കൊരത്തിക്കൊടി ഉന്നതിയിലെ കുടുംബങ്ങളുടെ ആവശ്യം. ഞങ്ങൾ കൊരത്തിക്കൊടിയിൽ നിന്ന് അടിമാലി മേഖലയിലേക്ക് ഒരു വണ്ടി വിളിച്ചു പോകണമെങ്കിൽ 4500 രൂപയാണ് ജീപ്പ് കൂലി മേടിക്കുന്നത്. അപ്പം ഒരു ബസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 200 രൂപയ്ക്ക് നമുക്ക് അടിമാലി പോയിട്ട് തിരിച്ചു വരാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പം ഈ കാര്യം ഞങ്ങൾ കേരള ഗവൺമെൻറ്റിനോട് ധരിപ്പിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ വിവരം അറിയിക്കുകയാണ്. മുമ്പ് കൊരത്തിക്കൊടി ഉന്നതിയിലേക്ക് യാത്രായോഗ്യമായ റോഡ് ഉണ്ടായിരുന്നില്ല. എന്നാൽ മാങ്കുളം ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരുമ്പൻകുത്ത് മുതൽ ആദിവാസി ഉന്നതിയുടെ തൊട്ടരികിൽ വരെയായപ്പോൾ യാത്രായോഗ്യമായ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞു. ഇതോടെയാണ് ആദിവാസി ഉന്നതിയിൽ നിന്നും പുറം ലോകത്തേക്കൊരു ബസ് സർവീസ് വേണമെന്ന ആവശ്യം കുടുംബങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. കൊരത്തിയിൽ നിന്നും ആളുകൾ വാഹനങ്ങൾ ടാക്സി വിളിച്ചാണ് പലപ്പോഴും മാങ്കുളത്തേക്കും അടിമാലിയിലേക്കും ഒക്കെ എത്തുന്നത്. ഇതിനായി കുടുംബങ്ങൾക്ക് വലിയ തുക നൽകേണ്ടതായി വരുന്നു. ബസ് സർവീസ് അനുവദിക്കപ്പെട്ടാൽ യാത്രയ്ക്കായി വേണ്ടിവരുന്ന അധിക സാമ്പത്തിക ഭാരം കുറയുമെന്നതിനൊപ്പം വിദ്യാഭ്യാസ ചികിത്സാ ആവശ്യങ്ങൾക്കുള്ള ഉന്നത നിവാസികളുടെ യാത്രയും എളുപ്പമാകും. സിറ്റി വിഷൻ, അടിമാലി.